ഹായ് ഗൈസ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവാണ്. കുറെ നാളായി പത്മനാഭനെ കാണാൻ പോയിട്ട്. അപ്പൊ ഇന്ന് പോവാണ് കേട്ടോ. അപ്പൊ വൈകിട്ടാണ് പോകുന്നത്. അങ്ങനെ വേഗം ഒന്ന് ഒരുങ്ങാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഫെയർ ആൻഡ് ലവ്ലി ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഐലൈനർ വരച്ചു കൊടുക്കാണ്. പിന്നെ എനിക്കിന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഇത്രയും നാളായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ സാരി ഉടുത്തിട്ടില്ല കേട്ടോ. എല്ലാരും കളിയാക്കണ്ട, സാരി ഉടുക്കാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും, അറിയാത്തവരും ഉണ്ടായിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ സ്വന്തമായിട്ട് സാരി ഉടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത്രയും നാളും എനിക്ക് ആരെങ്കിലുമൊക്കെ ആയിരുന്നു സാരി ഉടുപ്പിച്ച് തന്നിട്ടുള്ളത്. അങ്ങനെ ഇന്ന് ഞാൻ സാരി ഉടുത്തു കേട്ടോ. 2 ദിവസമായിട്ട് ഞാനൊന്ന് സാരി ഉടുത്ത് പഠിപ്പായിരുന്നു. അങ്ങനെ പഠിച്ചതാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് കേട്ടോ. പക്ഷെ പഠിച്ചതിന് ശേഷം എനിക്ക് എളുപ്പമായിട്ട് തോന്നി. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇന്ന് സാരി ഉടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷം. കാരണം എനിക്കിത് ഉടുക്കാൻ അറിയില്ലാത്ത ടൈമിലുണ്ടല്ലോ, ആരെങ്കിലും ഒക്കെ കൊണ്ടാണ് ഞാൻ ഉടുപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ഉടുത്തു പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞാൻ പിന്നീട് ഐലൈനർ വരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് കണ്ണിന്റെ ഉള്ളിൽ കരി എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ സാരി ഉടുക്കാൻ അറിയാവോ? എല്ലാവർക്കും അറിയാതിരിക്കല്ലേ, അറിയാത്തവരും ഉണ്ടായിരിക്കും. അപ്പൊ അറിയാത്തവര് ഉടുത്ത് നോക്കുക കേട്ടോ. എന്നെ പോലെ അറിയാത്തവരൊന്ന് ഉടുത്ത് പഠിച്ചു നോക്കിയാൽ മതി. പഠിച്ചാൽ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കമ്മലിട്ട് കൊടുക്കുക. അങ്ങനെ കമ്മൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടെമ്പിളിന്റെ ലുക്കുള്ള ഒരു ജിമിക്കയാണ് കേട്ടോ ഇത്. ഇനി അടുത്തത് പൊട്ടാണ്. കുഞ്ഞ് കറുത്ത പൊട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതാണ് കേട്ടോ മാല ഇട്ട് കൊടുക്കുന്നത്. നെക്ലേസ് ഒന്നും ഇടുന്നില്ല. നെക്ലേസ് ഇടണമെന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ വിചാരിച്ചു ചെറിയൊരു മാല ഇട്ടിട്ട് ജിമിക്ക വലുതും ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ മാല ഇട്ട് കൊടുത്തത്. അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ സാരി ഉടുത്തത്. എൻ്റെ രീതിയിൽ ഉടുത്തിട്ടുണ്ട്. അത്ര നല്ലതായിട്ട് തോന്നിയില്ല, എന്നാലും എൻ്റെ രീതിയിൽ ഓക്കെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഉടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. ഇനി അടുത്തത് മുടി കെട്ടാണ്. എന്തായാലും എൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് തന്നെ പറയണം കേട്ടോ. മുടി ഇതേപോലെയാണ് കേട്ടോ കെട്ടുന്നേ. കുറച്ച് മുടി സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ടേ. അങ്ങനെ അതെല്ലാം കൂടെ എടുത്തിട്ടൊന്ന് ചുരുട്ടിയിട്ട് ക്ലിപ്പ് കുത്തി കൊടുക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെ കെട്ടാൻ എല്ലാവർക്കും അറിയായിരിക്കല്ലേ. അപ്പൊ ഞാൻ മുടിന്ന് പിരുത്താണ് കേട്ടോ ഇടുന്നേ. മുടി കെട്ടി വെക്കുന്നില്ല, പിരുത്തിടാണ്. അപ്പൊ ഇതേപോലെയാണ് കേട്ടോ കൊടുക്കുന്നേ. അങ്ങനെ ഒരു സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. കുറച്ച് കുളിച്ചിട്ടുള്ള മുടി ആയതുകൊണ്ടാണ് കേട്ടോ ഇതേപോലെ ഇരിക്കുന്നത്. ഉണങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൽ നല്ല ഭംഗിയിലിരുന്നാണ്. അങ്ങനെ ഒരു സൈഡ് ക്ലിപ്പ് ചെയ്ത് കൊടുത്തു. ഇനി അപ്പുറത്തെ സൈഡും കൂടി അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. എല്ലാവർക്കും ഇതേപോലെ മുടിയൊക്കെ കെട്ടാൻ അറിയായിരിക്കല്ലേ. ഞാൻ എൻ്റെ ഒരു രീതിയാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്റെ രീതിയിലുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ഇത്. വലിയ മേക്കപ്പ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയേയില്ല, ഞാൻ ചെയ്യേയില്ല കേട്ടോ. അപ്പൊ എന്റെ രീതിയിലുള്ള മേക്കപ്പാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ മുടി കെട്ടിയിട്ടുണ്ട്.
മുല്ലപ്പൂവും കൂടി മേടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ തലയിൽ വെക്കാനായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ അമ്പലത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് മേടിച്ച് വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് അമ്പലത്തിൽ പോയാലും ഞാൻ മേടിച്ച് വെക്കാറുണ്ട് തലയിൽ. എനിക്ക് ജാസ്മിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മുടിയെല്ലാം കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ ഇഷ്ടമായ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നീട് 2 വളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒരു കുഞ്ഞു ഗെറ്റ് റെഡി വിത്ത് മീ തീർന്നിരിക്കുകയാണ്. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഇനി അമ്പലത്തിൽ പോയിട്ട് വരാവേ.